ഡ്രീം ടോയ്സ് ഹിസ്റ്ററികാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2016 മോഡലിൽ ഒരു ഓൾട്ടോ 800 ആണ്. കഴിഞ്ഞ വീഡിയോകളൊക്കെ ഓൾട്ടോ കേട്ടൺ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തതാണ് നല്ല ഓൾട്ടോ 800 വന്നാൽ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ നല്ലൊരു ഫാമിലി യൂസ്ഡ് 2016 മോഡലിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന അഡീഷണൽ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു ഫാമിലി യൂസ്ഡ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ്. 84,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ നേരെ വണ്ടിയുടെ വിഷയത്തിൽ വരാം. അപ്പോൾ 2016 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ ഏകദേശം 84 കിലോമീറ്റർ ആദ്യം ഓടിയിട്ടുള്ള പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ഓൾട്ടോ 800 LXI ഓപ്ഷനാണ്. ടയർ കണ്ടീഷനൊക്കെ ഒരു ആവറേജ് ടയർ കണ്ടീഷൻ മാത്രമേ വരുന്നുള്ളത്. ബോഡിയിൽ യാതൊരുവിധ അപാകതവും ഇല്ല കേട്ടോ. മേജറായിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഉള്ളത്. ഇതിന്റെ ഇൻസൈഡ് നോക്കി നോക്കാം. പക്ക ക്വാളിറ്റിയുള്ള ഒരു ഇൻസൈഡാണ് കേട്ടോ. യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ക്ലിയർ ആണ്. സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സീറ്റ് കവർ കമ്പനി സീറ്റ് കവറാണ് വരുന്നത്. വേറെ ഇൻസൈഡിൽ വേറെ അഡീഷണൽ ഡാമേജുള്ള കാര്യങ്ങളോ ക്ലീനിങ് വേറെ ഒന്നും പെൻഡിങ് ഇല്ല. നല്ല ക്ലിയറിലാണ് ഇൻസൈഡ് വരുന്നത്. ഓക്കെ, ബോഡിയിൽ ഈ സൈഡിൽ യാതൊരുവിധ ഡാമേജുകളോ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഇല്ല. ഇതിൻ്റെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ബാക്കിൽ ഈ ഡോറിനോട് ചേർന്നിട്ട് കാരണം ഈ ചെറിയൊരു സ്ക്രാച്ച് അല്ലാണ്ട് വേറെ ഡാമേജുകളൊന്നും ഇല്ല, കാര്യമായിട്ടില്ല. ബോഡിയിലൊക്കെ അത്രയും ക്ലിയർ ആണുള്ളത്. ചെറിയൊരു ടച്ചപ്പിൻ്റെ വർക്ക് മാത്രമേ അതിൽ പെൻഡിങ് ഉള്ളൂ. വേറെ മെയിനായിട്ടുള്ള യാതൊരുവിധ അപാകതവും ഇല്ലാത്ത പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ്. ഇതിൽ വേറെ എന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ആണ്. അത് മേജർ ആക്സിഡൻറ്റിലൊന്നുമല്ല, മെയിൻ ഗ്ലാസ് മാത്രം ഇതിൻ്റെ റീപ്ലേസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുതന്നെയാണോ ഡാമേജ് ഉള്ളത് നമുക്ക് ഇതിൻ്റെ ഇഞ്ച് റൂം തുറന്ന് നോക്കാം. ഇഞ്ച് റൂം തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പം നേരെ ഇഞ്ച് റൂം തുറക്കാം. ഇതിൻ്റെ കമ്പനി വരുന്ന സീലിങ്ങും കാര്യങ്ങളും തന്നെയാണ് അപ്പുറം സൈഡിലുള്ളത്. ഇവിടെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളുണ്ട് വെച്ചാൽ ഈ ഭാഗങ്ങളൊക്കെ മാറേണ്ടതാണ്. അവർക്ക് കമ്പനി കണ്ടീഷനിൽ തന്നെയുള്ളത്. ബോണറ്റും കമ്പനി തന്നെയാണ്, റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെടുത്ത് കാണിക്കണത് നമ്മളത് എല്ലാവർക്കും ഡൗട്ട് വരുമ്പോൾ ക്ലിയർ ആയി ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ സൈഡിലാണ് ശരി ഹൈപ്പറും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. പക്ക കമ്പനിയിൽ എങ്ങനെയാണോ ആ രീതി തന്നെ ഉള്ളത്. 2023 ബാറ്ററി വരുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഗ്ലാസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇഞ്ചിൻ റൂം കാണിച്ചു തന്നത്. ഞാൻ റീപ്ലേസ്മെൻ്റ് ഉള്ള വണ്ടികൾക്ക് റീപ്ലേസ്മെൻറ്റ് ഉണ്ട് തന്നെ പറയും, ഇല്ല എന്ന് തന്നെ പറയും, ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളൂ. അത് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. പിന്നെ ഗ്ലാസ് മാത്രം എങ്ങനെ റീപ്ലേസ്മെൻ്റ് ആവുക, ചില പിടികളൊക്കെ ഉണ്ടാവും, പലർക്കും സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബോണറ്റ് തുറന്ന് പ്രത്യേകം അതിൻ്റെ ബാക്കിയുള്ള പാർട്സുകളും എല്ലാം കാണിച്ചു തന്നത്. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ
തിരിയുന്നവർക്ക് തിരിയും, അല്ലാത്തവർ നട്ടം തിരിയുന്നു ആരോ പറഞ്ഞ പോലെ. അത് മാത്രം എനിക്ക് പറയാൻ. അപ്പം ഈ വണ്ടി ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ലിസ്റ്റൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. 2016 മോഡല്, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, സെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് അവൈലബിൾ ആണ്. ടയറൊക്കെ ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 2,45,000 രൂപയാണ്. ഫുൾ ലോണോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നതാണ്. പെട്ടെന്ന് ഡെലിവറി ആയി പോയിട്ടുണ്ടായിരുന്നു എല്ലാ വണ്ടികളും. അപ്പോൾ നമുക്ക് വണ്ടിക്ക് എല്ലാ ഐഡിയും തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വിശേഷം വരുന്നവരേക്കും ബൈ.